make or buy decision. So another decision making area, മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന വേറൊരു ഏരിയയാണ് മേക്ക് ഓർ ബൈ, വാങ്ങിക്കണോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണോ എന്നുള്ളൊരു ഡിസിഷൻ. സോ ഇവിടെ റോ മെറ്റീരിയൽസിൻ്റെ കേസിൽ ചിലപ്പോൾ നമ്മൾക്ക് തന്നെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അതേസമയം നമ്മൾ ചിലപ്പം നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നതിനേക്കാളും ലാഭം ആ റോ മെറ്റീരിയൽസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴായിരിക്കും. സോ ഏതാണ് ബെറ്റർ, മേക്ക് ഓർ അല്ലെങ്കിൽ ബൈ ആണോ എന്നുള്ളത് തീരുമാനിക്കുന്ന ആ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, സോ എങ്ങനെയാണ് ആ ഒരു ഡിസിഷൻ എടുക്കുക? അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. മാർജിനൽ കോസ്റ്റ്, ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മാർജിനൽ കോസ്റ്റ് എത്രയാണ്, അത് നമ്മൾ ഔട്ട്സൈഡിൽ നിന്നും വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന സെല്ലിംഗ് പ്രൈസിനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ഇൻറ്റേർണലി മാനുഫാക്ചർ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അതേസമയം മാർജിനൽ കോസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് നമുക്ക് ബെറ്റർ പർച്ചേസ് ചെയ്യായിരിക്കും നല്ലത്. സോ മാർജിനൽ കോസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് നോക്കിയിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യേ വേണ്ട. കാരണം ഫിക്സഡ് കോസ്റ്റ് എന്തായാലും ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന കോസ്റ്റാണ്, എക്സ്പെൻസസ് ആണ്. അത് നമ്മൾ കമ്പനിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ശരി, പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും ശരി, നമുക്ക് ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന കോസ്റ്റ് എലമെൻറ്റ് അതിലുണ്ടായിരിക്കും. സോ മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കുന്ന സ്ഥലത്ത് നമ്മൾ വെറും മാർജിനൽ കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഫിലിപ്സ് ലിമിറ്റഡ് ഫൈൻഡ്സ് ദാറ്റ് വൈൽ ഇറ്റ് കോസ്റ്റ് റുപ്പീസ് 12.50 to make a component PS0055. കമ്പണൻറ്റിൻ്റെ പേരാണ്. ഒരു കമ്പണൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പണൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് വരുന്നത് 12 രൂപ 50 പൈസയാണ്. ദ സെയിം ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് അറ്റ് റുപ്പീസ് 1150. 11.50 രൂപയ്ക്ക് നമുക്ക് ഇത് മാർക്കറ്റിൽ നിന്നും അവൈലബിൾ ആണ്. വിത്ത് ഇൻ അഷുറൻസ് ഓഫ് കണ്ടിന്യൂഡ് സപ്ലൈ, നമുക്ക് തീർച്ചയായും അത് കിട്ടും. കണ്ടിന്യൂഡ് സപ്ലൈ നമുക്ക് അടുത്ത പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് ഈ മാർജിനൽ കോസ്റ്റ് 12.50 വരും എന്ന് പറഞ്ഞു. അതിൻ്റെ സ്പ്ലിറ്റപ്പ് നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ 5.50, ലേബർ 3.50, അതർ വേരിയബിൾസ് 1 രൂപ, ദെൻ ഡിപ്രീസിയേഷൻ ആൻഡ് അതർ ഫിക്സഡ് അസറ്റ്സ് 2.50. ഓക്കെ, സോ അങ്ങനെയാണ് ഈ 12.50 വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഷുഡ് യു മേക്ക് ഓർ ബൈ, നമ്മൾ ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണോ ബെറ്റർ? ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് വുഡ് ബി യുവർ ഡിസിഷൻ ഇഫ് ദ സപ്ലയേഴ്സ് ഓഫേർഡ് ദ കമ്പണൻറ്റ് അറ്റ് റുപ്പീസ് 970? 9 രൂപയ്ക്ക് നമുക്ക് ഇത് മാർക്കറ്റിൽ നിന്നും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് 11.50 പകരം 9.70 നമുക്കിത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ഏതാണ് ബെറ്റർ, മേക്ക് ഓർ ബൈ ആണോ? അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വാങ്ങിക്കുകയാണോ അല്ലെങ്കിൽ ഉണ്ടാക്കുകയാണോ എന്നുള്ള ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? മാർജിനൽ കോസ്റ്റിൻ്റെ ബേസിൽ. സോ നമ്മളിവിടെ കമ്പയർ ചെയ്യേണ്ടത് എന്താണ്? മാർജിനൽ കോസ്റ്റ് നമ്മൾ പുറത്തുനിന്നും വാങ്ങിക്കുന്ന കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സോ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫിക്സഡ് കോസ്റ്റ് എന്ന എലമെൻറ്റ് കൺസിഡർ ചെയ്യേ വേണ്ട. ഓക്കെ, ഇവിടെ ഫിക്സഡ് കോസ്റ്റാണ് ഡിപ്രീസിയേഷൻ ആൻഡ് ഫിക്സഡ് അസറ്റ്. ഈ 2.50 നമ്മൾ കൺസിഡർ ചെയ്യാതെ ബാക്കി എത്രയാണ് വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവുക എന്ന് നോക്കാം. സോ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ 5.50 പ്ലസ് ലേബർ 3.50 പ്ലസ് 1. അപ്പോൾ ടോട്ടൽ ഇവിടെ വരുന്നത് നമുക്ക് 10 രൂപയാണ്. അതായത് 10 രൂപയാണ് വേരിയബിൾ കോസ്റ്റായിട്ട് വരുന്നത്. പ്ലസ് 2.50 ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 12.50 കിട്ടുന്നത്. സോ 10 രൂപ വേരിയബിൾ കോസ്റ്റ് വരുന്നു. നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് 10 രൂപയും നമ്മൾ പുറത്ത് നിന്ന് മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുമ്പോൾ 11.50 രൂപയുമാണ് ഉള്ളത്. സോ ഇതിൽ നിന്നും നമ്മൾ ഏത് ഡിസിഷനാണ് എടുക്കുക? 10 രൂപയ്ക്ക് ഇവിടെ മാനുഫാക്ചർ ചെയ്യുകയാണോ അതോ 11.50 നമ്മൾ പുറത്തു നിന്നും വാങ്ങിക്കുകയാണോ ചെയ്യേണ്ടത്? ഇവിടെ നോക്കുക, 11.50 രൂപയ്ക്ക് നമ്മൾ പുറത്തു നിന്നും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തുണ്ടാകും? 2.50 ഫിക്സഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും. സോ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13.50 രൂപ നമുക്ക്
14 രൂപ നമുക്ക് ടോട്ടലായിട്ടുണ്ടാകും. 14 രൂപ നമുക്ക് ടോട്ടൽ കോസ്റ്റായിട്ട് വരുന്നു. അതേസമയം നമ്മൾ ഇവിടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപയും അതിനോട് കൂടെ 2.50 കൂട്ടിയ 12.50. സോ ഇതിലേതാണ് ബെറ്റർ? നമുക്ക് മാനുഫാക്ചർ ചെയ്യുകയാണ് നല്ലത്. അതായത് ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ഏറ്റവും ബെറ്റർ 12.50 രൂപയ്ക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഷുഡ് യു മേക്ക് ഓർ ബൈ എന്നുള്ളതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? മേക്ക് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് വുഡ് ബി യുവർ ഡിസിഷൻ ഇഫ് ദ സപ്ലയേഴ്സ് ഓഫേർഡ് ദ കോമ്പണൻറ്റ് അറ്റ് ₹970? 9.70 രൂപയ്ക്ക് നമുക്കിത് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഏത് ഡിസിഷനാണ് എടുക്കുക? ഓക്കെ, ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. പക്ഷേ 9.70 രൂപയ്ക്ക് നമുക്കിത് മാർക്കറ്റിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ലാഭം? നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുകയാണ് ലാഭം. കാരണം ആ മാർജിനൽ കോസ്റ്റിനേക്കാളും കുറവ് പ്രൈസാണ് 9.70. 30 പൈസ കുറവാണ് നമുക്ക് വാങ്ങിക്കുമ്പോൾ, പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ബൈ എന്നുള്ള ഡിസിഷനാണ് സ്യൂട്ടബിൾ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ മേക്ക് ഓർ ബൈ എന്നുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എന്താണ്? മാർജിനൽ കോസ്റ്റ് എന്നുള്ള എലമെൻ്റ് ആണ്. മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്ന എലമെൻറ്റ് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? വേരിയബിൾ കോസ്റ്റ് നമ്മൾ ഔട്ട്സൈഡ് പ്രൈസുമായിട്ട്, അതായത് മാർക്കറ്റിൽ നിന്നും നമ്മൾക്ക് എത്ര രൂപയ്ക്കാണോ കിട്ടുന്നത് ആ പ്രൈസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അതിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ മേക്ക് എന്നിട്ടുള്ള ഡിസിഷനും, അതേസമയം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ എന്നുള്ള ഡിസിഷനും എടുക്കുന്നു. ഓക്കെ.